ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 26 മുതൽ 39 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ഗദറായിലെ പിശാച് ബാധിതനെ ഈശോ സുഖപ്പെടുത്തുന്നു. സമാന്തര സുവിശേഷങ്ങളിൽ 3-ലും വളരെ സുദീർഘമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്ന ഒരു സുവിശേഷ ഭാഗം. യേശുവിൻ്റെ ജീവിതത്തിൽ, പരസ്യ ജീവിതത്തിൽ ഈശോ അത്ഭുതകരമായി ഇടപെട്ട ഒരു പിശാച് ബാധിതൻ്റെ ചരിത്രം വേറെ നമ്മൾ കാണുന്നില്ല. അനേകം പിശാചുകളെ ഈശോ ബഹിഷ്കരിച്ചിട്ടുണ്ട് എങ്കിലും ഇത് സുദീർഘമായ ഒരു വിവരണമാണ്. ഇവിടെ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ട കുറേയേറെ മേഖലകളുണ്ട്. ഒന്നാമതായി, പിശാച് കൂട്ടമായി ബാധിച്ച ഈ മനുഷ്യൻ ദീർഘനാളായി കാൽവിലങ്ങുകളും ചങ്ങലകളും കൊണ്ട് ബന്ധിച്ചിട്ടും അവനെ ബന്ധിക്കാനാവാത്ത വിധം ശക്തനായിരുന്നു അവൻ. കല്ലറകളിലും രഹസ്യ സങ്കേതങ്ങളിലുമൊക്കെ ഒളിച്ചിരുന്ന് മനുഷ്യരെ ഭയപ്പെടുത്തുകയും അസ്വസ്ഥനാക്കുകയും ചെയ്തിരുന്നു ഈ മനുഷ്യൻ. ഈശോ അവനിൽ നിന്ന് പുറത്താക്കുന്നത് ഒരു പിശാചിനെയല്ല, ലഗിയോൻ, വലിയൊരു കൂട്ടം പിശാചുകളെ പുറത്താക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ്റെ ആത്മീയ അധപതനത്തിൻ്റെ മറുവാക്കാണ് ഈ പിശാച് ബാധ്യത. അവൻ്റെ ജീവിതത്തെ തകർത്ത് നാശകോശമാക്കിയ ഒരു ബാധയായിരുന്നു അവൻ്റെ പിശാച് ബാധ. തിന്മയിലേക്ക് കൂപ്പുകുത്താൻ ഒരു മനുഷ്യൻ തയ്യാറാകുമ്പോൾ അവൻ്റെ ജീവിതം എത്രമാത്രം അധപതിപ്പിക്കപ്പെടുമെന്ന് കൃത്യമായുള്ള ഒരു സൂചന. ഇന്നലെ നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്ത് നമ്മൾ കേട്ടിരുന്നു, ഒരു മനുഷ്യനിൽ നിന്ന് പിശാച് പുറത്തു പോയിട്ട് വേറെങ്ങും ഇടം കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ അവൻ കാണുന്നത് അടിച്ചു വൃത്തിയാക്കി മാലിന്യങ്ങളെല്ലാം ഒഴിവാക്കിയ മനോഹരമായ ഒരു ഹൃദയം. ആ ഹൃദയത്തിലേക്ക് അവൻ തന്നേക്കാൾ ക്രൂരരായ 7 പിശാചുകളെ കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് വാസമുറപ്പിക്കുമ്പോൾ അവൻ്റെ സ്ഥിതി പഴയതിനേക്കാൾ ദയനീയമായിരിക്കുമെന്ന് പറഞ്ഞു വച്ചിട്ടുണ്ട്. ഇത് 7 ഒന്നും 8 പേരല്ല, വലിയൊരു സംഘം പിശാചുക്കൾ ഒരുവനിൽ വന്ന് കുടിയേറി പാർക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നിന്ന് അകലുന്ന, തിന്മയിലേക്ക് കൂപ്പുകുത്തുന്ന ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ സംഭവിക്കാവുന്ന വലിയൊരു ദുരന്തം. ദൈവത്തിൻ്റെ ശക്തിയോട് തുലനം ചെയ്യുമ്പോൾ അത്രയ്ക്ക് പ്രാമാണിത്വം നേടാൻ സാധിക്കില്ല എങ്കിൽ കൂടി പിശാച് ലോകത്തിൽ ശക്തമാണ്. അവൻ ദൈവത്തിൻ്റെ പോലും ചോദ്യം ചെയ്യുന്ന, ദൈവത്തെ പോലും പരീക്ഷിക്കുന്ന തലത്തിലേക്ക് ഉയരുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ഹൃദയം ദൈവത്തോട് ചേർത്ത് വച്ചില്ല എങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതേ ദുരന്തം ആവർത്തിക്കപ്പെടാമെന്ന് തന്നെയാണ് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് ഹൃദയം ദൈവത്തോട് ചേർത്ത് വെച്ച് ദൈവിക കാര്യങ്ങൾ വ്യാപൃതരായി മുന്നോട്ട് പോകണമെന്ന സൂചന ഈ വചനഭാഗം നമുക്ക് നൽകുന്നുണ്ട്. യേശുവിൻ്റെ മുമ്പിൽ കീഴടങ്ങുന്ന പിശാചുക്കൾ, ലഗിയോൻ, അവരാവശ്യപ്പെടുന്നത് തങ്ങളെ അടുത്തുള്ള പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണം. യേശു അനുവദിച്ചു. പന്നിക്കൂട്ടം കീഴ്ക്കാന്തൂക്കായ മലഞ്ചെരുവിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചത്തു എന്നാണ് വചനം പറയുക. ഇവിടെ നമ്മൾ കണ്ടെത്തുന്ന രണ്ടാമതൊരു കൂട്ടം ആൾക്കാരുണ്ട്, ആ നാട്ടുകാർ. അവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയപ്പോൾ അവരുടെ പന്നികൾ നശിച്ചതിലുള്ള അഗാധമായ ഖേദം പ്രകടിപ്പിക്കുകയാണ് അവർ. അതുകൊണ്ട് ഈശോയോട് പറഞ്ഞു, ഇനി നീ ഇവിടെ നിൽക്കണ്ട, കാരണം നീ ഇവിടെ നിന്നാൽ ഞങ്ങൾക്ക് നഷ്ടമുണ്ടാകും. അനേക കാലമായി പിശാച് ബാധയിലായിരുന്ന ഒരു മനുഷ്യൻ
വിടുതൽ പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ കുഞ്ഞാടായി മാറിയതിൻ്റെ സന്തോഷം അവർക്കില്ല. തങ്ങളുടെ നഷ്ടങ്ങളെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. അവൻ നന്നായാൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്, എനിക്ക് നഷ്ടമുണ്ടാകാൻ പാടില്ല. ഈ ചിന്തയായിരുന്നു ഗദ്രായ ദേശത്തിലെ ജനം ഈശോയുടെ മുമ്പിൽ ഉയർത്തുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളും ഇങ്ങനെ ദൈവരാജ്യത്തിൻ്റെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ തന്നെ വിട്ടുകൊടുക്കേണ്ടവരായിരിക്കുമ്പോൾ ഈ ലൗകിക മോഹങ്ങളും ലോകം തരുന്ന സുഖവും ലോകം തരുന്ന സമ്പത്തിനുമൊക്കെ അമിതമായ പ്രാധാന്യം കൊടുക്കുന്നവരാണോ എന്ന് ഗദ്രായിലെ ജനതയെ മുൻനിർത്തി നാം ചിന്തിക്കണം. എൻ്റെ ജീവിതത്തിൽ ദൈവത്തേക്കാൾ സ്ഥാനം, എൻ്റെ ജീവിതത്തിൽ എൻ്റെ സഹചരേക്കാൾ സ്ഥാനം ഈ ആഡംബരങ്ങൾക്കും ഭൗതിക വസ്തുക്കൾക്കും കൊടുക്കുന്നവനാണ് ഞാനെങ്കിൽ ഞാനും ആത്മശോധനയ്ക്ക് വിധേയമാകണം. ഈ ഗദ്രായിലെ പിശാച് ബാധിതൻ എല്ലാ മേഖലകളിൽ നിന്നും വിടുതൽ പ്രാപിച്ച് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞാടായി മാറുന്ന മനോഹരമായ ദൃശ്യത്തിൻ്റെ അവസാനത്തിൽ ഈ മനുഷ്യൻ ഈശോയോട് പറയുന്നുണ്ട്, നീ എവിടെ പോയാലും നിന്നെ ഞാൻ അനുഗമിക്കും. കാരണം അവൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച പൈശാചിക ശക്തികളിൽ നിന്ന് അവന് വിടുതൽ കൊടുത്ത് രക്ഷയുടെ മാർഗത്തിലൂടെ നയിച്ച് ദൈവ പൈതലാക്കി മാറ്റിയ ദൈവപുത്രനോടുള്ള അഗാധമായ കടപ്പാട് അവൻ പ്രകടമാക്കുകയാണ്. ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും, നിന്നെ അനുഗമിക്കും ഞാൻ. എന്നാൽ ഈശോ അവനോട് പറയുന്നത്, നീ പോയി നിൻ്റെ ദേശത്ത് നിൻ്റെ നാട്ടിൽ പോയി ദൈവം നിന്നോട് കാണിച്ച് തന്നവ നീ പ്രഘോഷിക്കുക. ഒരുപക്ഷെ യേശുവിൻ്റെ പിന്നാലെ പോകുന്ന ഓരോ ശിഷ്യനും അനുദിനം എന്നോണം ചെയ്യേണ്ടത് ക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്നതാണ്. മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നതാണ്. അനുദിന ജീവിത വ്യാപാരങ്ങളിൽ നമുക്ക് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്നോളമുള്ള വഴികളിൽ യേശു എനിക്ക് തന്ന വൻ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നതിൻ്റെ സന്തോഷം അനുഭവിക്കാൻ നമുക്ക് സാധിക്കണം. ഈ 3 ചിന്തകൾ നമ്മളെ നയിക്കട്ടെ. ഈ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ സ്വാധീനം ചെലുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, 1, എന്നിൽ പിശാച് ബാധ എത്രമാത്രം ഗൗരവമേറിയതാണ് എന്ന തിരിച്ചറിവ്. എൻ്റെ ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ ഞാൻ പിശാചിൻ്റെ കൂടാരമായി മാറുമെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവുക. രണ്ടാമതായി, ഈ ജനം പറഞ്ഞതുപോലെ എനിക്ക് എൻ്റെ തമ്പുരാനേക്കാൾ വലുതാണ് എൻ്റെ ഭൂസ്വത്ത്, എൻ്റെ സമ്പത്ത്, എനിക്കുള്ളത് എന്ന് ചിന്തിക്കുന്ന ലൗകികമായ ഭൗതികമായൊരു കാഴ്ചപ്പാട് എനിക്കുണ്ട് എങ്കിൽ അത് തിരുത്തേണ്ടതാണെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. യേശുവിൻ്റെ പിന്നാലെ പോകാൻ ആഗ്രഹിക്കുന്നവനോട് ഈശോ പറഞ്ഞു, നീ എൻ്റെ പിന്നാലെ വരുന്നതിന് തുല്യമാണ് ഈ ജനസമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ദൈവം നിനക്ക് കാണിച്ചു തന്ന, ദൈവം നിനക്ക് തന്ന അനുഗ്രഹങ്ങളെ നീ ഉദ്ഘോഷിക്കണം. നമുക്ക് ഏറ്റെടുക്കാം ഈ വെല്ലുവിളികൾ. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.